ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സാക്ഷി കണ്ണുടച്ചുകൊണ്ട് മുന്നിലേക്ക് നിന്നപ്പോൾ എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് അവന് മനസ്സിലാകുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നിന്ന് അവനെ കാണിച്ചിട്ട് കണ്ണു തുറന്ന് ഇപ്പോൾ ആവശ്യത്തിന് കണ്ടില്ലേ, ഇനി പുറത്തേക്ക് പോകാൻ നോക്ക്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് അവൾ പറയുന്നു. അവൻ പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പുറത്തു പോകണമെന്ന് നിർബന്ധമാണെന്ന് ചോദിക്കുന്നു. എന്റെ പഠിത്തത്തിന് ഒരു തടസ്സമാവില്ല എന്ന് നീ വാക്ക് തന്നിരുന്നതല്ലേ എന്നവൾ ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് സമ്മതിച്ച് അവളെ പിടിച്ചിരുന്നു. കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്നും അവൾ പറയുന്നതിനാൽ അവളോട് പഠിക്കാൻ പറഞ്ഞിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കാനായി പോകുന്നു. ഭക്ഷണം റെഡിയായി കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. നന്നായിട്ടുണ്ട് എന്നവൾ പറഞ്ഞപ്പോൾ ഇത് എല്ലാവർക്കും അങ്ങനെ കഴിക്കാൻ കിട്ടുന്നതല്ല, ആദ്യമായിട്ടാണ് മറ്റൊരാൾ ടേസ്റ്റ് ചെയ്യുന്നത് എന്നവൻ പറയുന്നു. ഭക്ഷണം ഉണ്ടാക്കിയത് അവനായതുകൊണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ പാത്രം ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അതിനായി എഴുന്നേറ്റ് പോകുന്നു. അവൻ കൂടെ ചെന്ന് ഏപ്പർ എടുത്ത് ധരിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ചെയ്തോളാമായിരുന്നു എന്നവൻ പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ ശീലിക്കേണ്ടേ, എന്നും നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല എന്നവൾ പറയുന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ ഭാവിയെക്കുറിച്ച് അത്രയൊക്കെ കടന്ന് ചിന്തിക്കേണ്ടിയിരുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഫുഡ് കഴിച്ചതല്ലേ ഉള്ളൂ, കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പഠിച്ചാൽ പോരെ എന്നവൻ പറഞ്ഞെങ്കിലും റിവിഷൻ ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ട് വീണ്ടും പഠിക്കാൻ പോവുകയാണെന്ന് അവൾ പറയുന്നു. നീ പഠിത്തം ഇത്ര സീരിയസ് ആയി എടുക്കുന്ന കൂട്ടത്തിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നവൻ പറഞ്ഞപ്പോൾ ഒരു സ്കോളർഷിപ്പ് നേടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നവൾ പറയുന്നു. പാത്രം കഴുകാൻ അവനും കൂടി അവളെ സഹായിക്കുന്നുണ്ട്. റിവിഷൻ നടത്തണമെന്നൊക്കെ ഗമയിൽ പറഞ്ഞെങ്കിലും കുറച്ച് സമയം ബുക്കിലേക്ക് നോക്കിയിരുത്തപ്പോൾ തന്നെ അവൾക്ക് ഉറക്കം വരുന്നു. അവനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കിടക്കാനും തോന്നില്ല. എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു നോക്കുന്നുണ്ടെങ്കിലും കട്ടിൽ കാണുന്തോറും കിടക്കാനുള്ള ടെൻഡൻസി കൂടി വരുന്നതിനാൽ അവസാനം അവൾ പതുക്കെ അതിലേക്ക് കയറി കിടക്കുന്നു. പില്ലയുടെ സൈഡിൽ ഇരുന്ന പാവ അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. മുമ്പ് അവനെ കാണാൻ വന്നപ്പോൾ എയർപോർട്ടിൽ വെച്ച് അവൾ തിരിച്ചു കൊടുത്തായിരുന്നു അത്. അതെടുത്ത് നോക്കി അതിനോട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടും ഉറക്കത്തിന് യാതൊരു കുറവുമില്ല. എങ്കിൽ പിന്നെ 5 മിനിറ്റ് മയങ്ങിയേക്കാമെന്ന് കരുതി അവളൊന്ന് കണ്ണടച്ചപ്പോഴാണ് നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് വന്നത്. വാതിക്കൽ അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ കിടക്കുന്നത് കണ്ടെന്ന് കരുതി അവൾ ചാടി താഴേക്ക് ഇരിക്കുന്നു. അകത്തേക്ക് വന്ന് അവൻ അവളുടെ ഇരിപ്പ് കണ്ട് വിവരം തിരിക്കപ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ നല്ല സുഖമുണ്ട്, ഉറക്കം വരില്ല, മാത്രമല്ല നല്ല എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി എന്നൊക്കെ അവൾ തട്ടിവിടുന്നു. ഇതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയിട്ട് റൊമാൻറ്റിക്കായി അവളെ കൊണ്ട് ബെഡിലേക്ക് കിടക്കുന്നു. സാക്ഷിയൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. അവൻ കിസ് ചെയ്യാനായി മുന്നോട്ടെടുത്തപ്പോൾ അവൾ അവനെ തള്ളി മാറ്റിയിട്ട് ചേട്ടൻ്റെ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ച് എഴുന്നേൽക്കുന്നു. നമ്മളിപ്പോൾ ഒരുമിച്ചല്ലേ, പിന്നെ ഇതങ്ങനെ വൃത്തികേടാകും എന്നവൻ ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടിയൊന്നും കിട്ടുന്നില്ല. ഒന്നും പറയാതെ അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വീണ്ടും പിടിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട് നീ എങ്ങനെയാണ് ഇപ്പോൾ താഴെ എത്തിയതെന്ന് നീ പറയാൻ പറയുന്നു. ഉറക്കം വന്നതിനെക്കുറിച്ചും അവനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉറങ്ങാൻ നാണക്കേടായി തോന്നിയതിനെക്കുറിച്ചും ഒക്കെ അവൾ പറയുന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് പിടിച്ചു കിടത്തുന്നു. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കില്ല എന്ന് അവൾ ചോദിച്ചപ്പോൾ ചെറുതായിട്ട് ബോറടിക്കും, എന്നാൽ സാരമില്ല, നിന്റെ റിവിഷൻ നടത്താൻ വേണ്ടി നീ ഇവിടേക്ക് വന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിയിട്ട് ചെറിയ കുറ്റബോധത്തോടെ എനിക്ക് ചേട്ടന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, പക്ഷേ എന്താണെന്നറിയില്ല, ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനാകുന്നു എന്നവൾ പറയുന്നു. നിനക്ക് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഇരിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം, തൽക്കാലം നീ കിടന്ന് ഉറങ്ങാൻ നോക്കുക പറഞ്ഞ് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് എടുത്തിട്ട് മുറിക്ക് പുറത്തേക്ക് പോകുന്നു. വൈകിട്ട് അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടാൻ പോയപ്പോൾ അവൾക്കടുത്ത് ഇടപെടാനുള്ള പേടി മാറ്റാനായി അവളുടെ പെർമിഷൻ ചോദിച്ചിട്ട് അവൻ കയ്യിൽ പിടിക്കുന്നു. കൈകൾ കോർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുന്നിടയിൽ ആരെങ്കിലും പെർമിഷൻ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? സാധാരണ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അറിയാതെയൊക്കെയോ അല്ലേ കൈകൾ കോർത്ത് പിടിക്കാറുള്ളത് എന്നവൾ ചോദിക്കുന്നു. നേരത്തെ ഞാൻ പറയാതെ കിസ് ചെയ്തപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ പെർമിഷൻ വാങ്ങിച്ചതെന്നവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ആര് പറഞ്ഞു? എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഞാൻ ടെൻഷനായതാണ്, ഞാനിതുവരെ തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. അവൻ അവളുടെ 2 കൈയും കൂടി ചേർത്ത് പിടിച്ച് നെറ്റിയിലൊന്ന് കിസ് ചെയ്തിട്ട് എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അവളെ ഹോസ്റ്റലിലാക്കിയ ശേഷം അവൻ തിരികെ റൂമിലെത്തിയപ്പോഴാണ് ഫൈ അവനെ വിളിച്ചിട്ട് അടുത്ത ആഴ്ച ഒരു ബിസിനസ് ട്രിപ്പിനായി അവൻ്റെ സിറ്റിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇപ്പോൾ സാങ്ഷിയെ ഗേൾഫ്രണ്ടായി കിട്ടിയിരിക്കുന്നതിന് മെയിൻ കാരണം അവനാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ വരുമ്പോൾ ഗംഭീരമായിട്ടൊരു ട്രീറ്റ് നൽകാമെന്ന് ജാഷു പറയുന്നു. പിശുക്കനായി അവൻ ഇങ്ങനെ ഓഫർ വെച്ചപ്പോൾ തന്നെ അവൻ്റെ ലൈൻ സെറ്റായി എന്ന് ഫൈക്ക് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്നെ ആ സന്തോഷ വർത്തമാനം എല്ലാവരോടും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ജാഷുവിന് ഗേൾഫ്രണ്ടിനെ കിട്ടി, പ്രധാനമായും ഹെൽപ്പ് ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുന്നു. ഇടരുതെന്ന് ജാഷു പറയുന്നതിന് മുമ്പ് തന്നെ അവൻ മെസ്സേജ് ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിന്നോട് ഇതുവരെ പറയാതിരുന്നൊരു കാര്യമുണ്ട്, ഈ പെൺകുട്ടി നിനക്കും അറിയാവുന്നതാണെന്ന് പറഞ്ഞ് ആള് സാക്ഷിയാണ് എന്നാണ് പറഞ്ഞത്. അത് കേട്ടതും ഞാൻ ഈ നാട്ടുകാരനെ അല്ല, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ ഫൈ ഫോൺ വെക്കാൻ തുടങ്ങിയെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. ശരിക്കും ഞങ്ങൾ ഒരുമിക്കാൻ സഹായിച്ചത് നീയാണ്, നിന്നോടാണ് നന്ദി പറയേണ്ടതെന്ന് ജാഷു വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാണ്, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല, നീ അവളെ 14ാമത്തെ വയസ്സ് മുതൽ കണ്ടു തുടങ്ങിയതല്ലേ, നിനക്കിതിന് എങ്ങനെ മനസ്സ് വന്നെന്നൊക്കെ ചോദിച്ച് ഫൈ അവനെ കുറ്റപ്പെടുന്നു. അതിനുശേഷമാണ് ഞാനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നവൻ ചോദിച്ചത്. ഇതുവരെ പറഞ്ഞില്ല, ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നേരിട്ട് പോയി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് ജാഷു പറയുന്നു. ഞാൻ എപ്പോഴും മെസ്സേജ് കണ്ട് ജാഷുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അവരോട് തനിച്ച് സംസാരിക്കാനുള്ള മടി കാരണം ഫൈയോട് കൂടി ഗ്രൂപ്പ് കോളിൽ വരാൻ ജാഷു പറയുന്നു. ഫൈ പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും അവൻ നിർബന്ധിച്ച് അവനെ കൂടി കോളിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിനക്കൊരു പെൺകുട്ടിയെ വളയ്ക്കാൻ അവൻ്റെ സഹായം വേണ്ടി വന്നെന്ന് ചോദിച്ച് ഞാൻ ആദ്യമേ തന്നെ അവനെ കളിയാക്കുന്നു. വിവരം ഞാൻ അറിയുമ്പോൾ ഒരു ഇടിയുറപ്പായതുകൊണ്ട് ഞാൻ അവനെ സഹായിച്ചൊന്നുമില്ല, അവൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞ് ഫൈ തടിച്ചപ്പൻ നോക്കുന്നു. പെൺകുട്ടി ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത മാസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് ജാഷു പറയുന്നു. അവർ രണ്ടുപേരും കൂടി തന്നെ ഒഴിവാക്കി നിർത്തുന്നതിനാൽ ഞാൻ പരിഭവം ഉണ്ടെങ്കിലും വരുമ്പോൾ പറഞ്ഞാൽ മതി എന്നാൻ സമ്മതിക്കുന്നു. മാത്രമല്ല ആ സമയത്ത് സാങ്ഷിയുടെ വെക്കേഷനാണ്, അവൾ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അവളെ കൂടി നിർബന്ധിച്ച് കൊണ്ടുവരണമെന്നും അവൻ പറയുന്നുണ്ട്. ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ ഫെയ് ഫോൺ ദൂരേക്ക് മാറ്റി പിടിച്ചിട്ട് വൈഫ് വിളിക്കുന്ന പോലെ സ്വന്തമായി തന്നെ വിളിച്ച് എനിക്കിപ്പോൾ തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഞാനോട് എങ്ങനെ ഇത് അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ ജാഷുവിന് നല്ല ടെൻഷനുണ്ട്.
വാങ് ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സെമസ്റ്റർ പ്രൊജക്ടിന്റെ ഭാഗമായി അവൾ മെങ്ങിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അവന്റെ കരിയർ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളായിരുന്നെങ്കിലും അവനെ കൂടുതൽ മനസ്സിലാക്കാൻ അവളത് സഹായിക്കുന്നു. അവരോട് മുമ്പ് തോന്നിയ ഇഷ്ടം അവൾക്ക് ഒന്നുകൂടി കൂടുന്നുണ്ട്. സാങ്ഷി എന്ന് പുറത്തെവിടെ പോയിട്ട് വന്നപ്പോൾ വെയ്വേ റൂമിൽ ഒരു ബുക്ക് വായിച്ച് കിടക്കുകയാണ്. അവളോട് ഏതാ പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു സാങ്ഷി പോയത്. പക്ഷെ ഒരു വരി പോലും എഴുതാതെ ടൈറ്റിൽ മാത്രം എഴുതി വെച്ചിട്ടാണ് അവൾ മാറിക്കിടന്ന് ബുക്ക് വായിക്കുന്നത്. അതിന് സാങ്ഷി അവളെ വഴക്ക് പറയുന്നു. എനിക്കിപ്പോൾ ഐഡിയ ഒന്നും കിട്ടുന്നില്ല, ഞാൻ നാളെ ലൈബ്രറിയിൽ പോയി റെഫർ ചെയ്തിട്ട് എഴുതിക്കോളാം. നീ അന്ന് ലൈബ്രറിയിൽ പോയത് ഏത് സമയമായിരുന്നു? ആ സമയത്ത് അവിടെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ വേവേ അവളോട് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം അന്ന് ലൈബ്രറിയിൽ പോയില്ല, ജാഷുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് എന്ന് അവൾക്ക് പറയേണ്ടി വരുന്നു. അതോടെ അന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചോ? അവിടെ നിങ്ങൾ രണ്ടുപേരും തനിച്ചായിരുന്നല്ലോ, നിങ്ങൾ കിസ് ചെയ്തോ എന്നൊക്കെ ചോദിച്ച് വേവേ അടുത്ത് കൂടുന്നു. ജാഷു അടുത്ത് വരുമ്പോൾ ഫീൽ ചെയ്യുന്ന ടെൻഷനെക്കുറിച്ച് സാങ്ഷി അവളോട് തുറന്നു പറയുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? ഷെങ് അടുത്തിടെ പറയുമ്പോൾ അവൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ സാങ്ഷി അവളോട് ചോദിക്കുന്നു. ഷെങ്ങിൻ്റെ മുന്നിൽ എനിക്കിങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല, അവന് ടെൻഷനിലുണ്ടെങ്കിലേ ഉള്ളൂ. ആദ്യമൊക്കെ എൻ്റെ കയ്യിൽ പിടിക്കാനും പോലും അവൻ നന്നായി പിടിച്ചിട്ടുണ്ടെന്നൊക്കെ വേവേ പറയുന്നു. ടെൻഷനായി പെരുമാറിയതിന് എക്സ്പ്ലനേഷൻ നൽകിയെന്നൊക്കെ സാങ്ഷി പറഞ്ഞപ്പോൾ മുന്നോട്ട് പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് നിങ്ങളുടെ റിലേഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കപ്പിൾസായി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നത് സാധാരണയാണ്. പണ്ട് മുതലേ നിൻ്റെ ഇഷ്ടം അവൻ മനസ്സിലാക്കുമോ എന്ന് പേടിച്ച് നീ അവൻ്റെ മുന്നിൽ വളരെ കെയർഫുള്ളായി നിന്ന് ശീലിച്ചത് കൊണ്ടായിരിക്കുമോ? അതൊരു ഹാബിറ്റായി മാറി ഇപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ വേവേ ചോദിക്കുന്നു. അതിന് സാധ്യതയുണ്ടെന്ന് സാങ്ഷിക്കും തോന്നുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി ആ രീതിയിൽ റിയാക്ട് ചെയ്തു പോയില്ലേ, ഇനിയിപ്പോൾ അത് മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നു. അതിന് നീ തന്നെ മുൻകൈ എടുത്ത് നിനക്കിതൊക്കെ ഇഷ്ടമാണ് എന്ന് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് വേവേ അവളെ ഉപദേശിക്കുന്നു. വീക്കെൻഡ് ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ഡേറ്റിന് പോയാലെന്ന് ചോദിച്ചാൽ അവൾ അപ്പോൾ തന്നെ ജാഷുവിന് മെസ്സേജ് അയക്കുന്നു. അവൻ ഓക്കെ പറയുന്നുണ്ട്. സാങ്ഷി പറഞ്ഞതനുസരിച്ച് ഒരു സ്കേറ്റിംഗ് സെന്ററിലേക്കാണ് അവർ പോയത്. പക്ഷെ അവനെ കണ്ടപ്പോൾ നല്ല ക്ഷീണമുണ്ട്. തലേദിവസം രാത്രി നന്നായി ഉറങ്ങിയിട്ടില്ല എന്ന് അവൾക്ക് തോന്നുന്നു. ചോദിച്ചിട്ടാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ നന്നായി ഉറങ്ങിയെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ജോലി കൂടുതൽ കാരണം ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തോന്നിയതിനാൽ നമുക്ക് വെറുതെ പുറത്ത് ചുറ്റി നടന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരികെ പോയാലെന്ന് അവൾ ചോദിച്ചെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ട് രണ്ടുപേരും കൂടി റിങ്ങിലേക്ക് ഇറങ്ങുന്നു. അവൾക്ക് അത്ര പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് അവൻ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പതുക്കെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഞാൻ നിന്നെ കിസ് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞത്. അവനൊന്ന് ഞെട്ടി ഒരു സെക്കൻഡ് അവളുടെ കയ്യിൽ നിന്ന് പിടിയൊക്കെ വിട്ടു പോകുന്നുണ്ട്. വീഴാൻ തുടങ്ങിയ സാക്ഷി നേരെ നിന്ന ശേഷം ഞാനിത് പറയണമെന്ന് വിചാരിച്ചല്ല, പക്ഷെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഷോക്കായാലോ, ടെൻഷൻ ആയാലോ എന്നൊക്കെ വിചാരിച്ച് മുന്നറിയിപ്പ് തന്നാണെന്ന് അവൾ പറയുന്നു. പക്ഷേ ടെൻഷൻ കാരണം അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്തത് അവൾക്കാണ്. അവനത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 തവണ അവൾ അവനെ കിസ് ചെയ്യാൻ തയ്യാറെടുത്ത് മുന്നോട്ട് ചെന്നപ്പോൾ അവൻ അറിയാത്ത മട്ടിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. സാക്ഷിയാകെ ചമ്പുന്നുണ്ട്. അവസാനം അവൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അടുത്തേക്ക് വന്നപ്പോൾ അവൻ ഒഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിൽക്കുന്നു. അപ്രാവശ്യം അവൾക്ക് അവനെ പിടികിട്ടുന്നുണ്ട്. അടുത്ത് കിട്ടിയതുകൊണ്ട് ഒന്ന് സംശയിച്ചിട്ടാണെങ്കിലും അവൾ അവനെ കിസ് ചെയ്യുന്നു. പക്ഷെ പെട്ടെന്നായതുകൊണ്ട് ഞാൻ റെഡിയായില്ല, ഇത് കണക്കിലെടുക്കില്ല എന്നവൻ പറഞ്ഞതിൽ അവൾ വീണ്ടും കിസ് ചെയ്യുന്നു. ശരിക്കുള്ള കിസ് നടന്നത് ഇപ്പോഴാണ്. രണ്ടുപേരും സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് മടങ്ങിയത്. പിന്നെ സാക്ഷിക്ക് എക്സാമിൻ്റെ കാലമായിരുന്നു. ഫൈനൽ എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് നടക്കുമ്പോൾ ഇന്റേൺഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഫ്രണ്ട്സ് അവളോട് ചോദിക്കുന്നു. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന പേരൻസിന് എതിർപ്പൊന്നുമില്ല, പക്ഷെ അത് ഇവിടെ ചെയ്യേണ്ട, നാട്ടിൽ തന്നെ ചെയ്താൽ മതി. അവിടെ അവർ ഏതോ കമ്പനി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് സാക്ഷി പറയുന്നു. അതിനെന്താ കുഴപ്പം, നാട്ടിൽ തന്നെ ചെയ്താൽ പോരെ എന്ന് അവളുടെ മനസ്സറിയാൻ വേണ്ടി യൂഷിൻ ചോദിക്കുന്നു. സാക്ഷി അതിന് മറുപടി നൽകാൻ ബുദ്ധിമുട്ടുന്ന കണ്ട് ഇന്റേൺഷിപ്പാണോ അതോ ബോയ് ഫ്രണ്ടിനൊപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണോ ശരിക്കും ഉദ്ദേശം എന്ന് വേവേ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിരുന്ന ഒരു കമ്പനിയിൽ നിന്ന് സാക്ഷിയെ വിളിച്ചിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നറിയിക്കുന്നത്. ഫോൺ വെച്ച ശേഷം അവൾ ഫ്രണ്ട്സിനോട് സന്തോഷത്തോടെ അക്കാര്യം പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജാഷു സാക്ഷിയെ പഠിക്കാനായി വീട്ടിലേക്ക് കൊണ്ടുപോയ ദിവസം അവൾ അവനെ ഒരിടത്ത് നിർത്തിയിട്ട് ജ്യൂസ് വാങ്ങാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഫേ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സാക്ഷി അവിടേക്ക് വന്നത്. എൻ്റെ ഗേൾഫ്രണ്ട് അറിഞ്ഞാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് അവൻ നമ്പർ നൽകുന്നില്ല. പെൺകുട്ടി സോറി പറഞ്ഞുകൊണ്ട് പോവുകയും ചെയ്യുന്നു. സാക്ഷി പിണക്കം ധരിച്ച് ദൂരെ തന്നെ നിൽക്കുന്ന കണ്ട് അവൻ അടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ നിൽപ്പ് കണ്ട് നിനക്കെന്താ ദേഷ്യം വന്നോ അതോ അസൂയാണോ എന്നൊക്കെ അവൻ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും നീ എന്തിനാണ് അവളോട് പഞ്ചാരടിക്കാൻ പോയതെന്ന് ചോദിച്ച് അവസാനം അവൾ വഴക്കുണ്ടാക്കുന്നു. ഞാൻ വഴി പറഞ്ഞു കൊടുത്താൽ അല്ലാതെ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ജാഷു പറഞ്ഞപ്പോൾ മുഖം കൊണ്ട് വഴി കാണിച്ചു കൊടുത്തത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവൾ വീണ്ടും വഴക്കുണ്ടാക്കുന്നു. അവൻ എന്തൊക്കെയോ പറഞ്ഞ ഒരു വിധത്തിൽ അത് സോൾവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ ഒരു ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കയറിയിരുന്നു. അവൻ ബില്ലടയ്ക്കുന്ന സമയത്ത് തനിച്ച് നിൽക്കായിരുന്നു. അവളുടെ അടുത്തേക്ക് ഒരു പയ്യൻ വന്ന് അവളുടെ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറുന്നു. നേരത്തെ അവൾ കുറ്റപ്പെടുത്തിയതിൻ്റെ വിഷമം അവനിപ്പോൾ തീർക്കുന്നുണ്ട്. അടുത്തേക്ക് വന്ന് അവൻ്റെ എക്സ്പ്രഷൻ കണ്ട് നീ എന്തോ ദേഷ്യത്തിലാണോ അസൂയാണോ എന്നൊക്കെ അവളും ചോദിക്കുന്നു. അല്ല എന്ന് പറഞ്ഞെങ്കിലും നേരത്തെ അവൾ വഴക്കുണ്ടാക്കിയതുപോലെ നീ എന്തിനാണ് അവളോട് പഞ്ചായടിക്കാൻ പോയതെന്ന് ചോദിച്ച് അവനും വഴക്കുണ്ടാക്കുന്നു. അവൾ ആ പയ്യനോട് കാണിച്ച ആക്ഷൻ്റെ പേരിലും വഴക്കുണ്ടാക്കിയെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്നവൾ പറഞ്ഞപ്പോൾ ബോയ് ഫ്രണ്ട് വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. ചിരിച്ചുകൊണ്ട് അവളും പുറകെ ചെല്ലുന്നുണ്ട്. നമ്മുടെ ഫാമിലിയിൽ നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോസഫിനേക്ക് കൊറിയൻ മല്ലൂസ് ഫാമിലിയുടെ ബർത്ത്ഡേ വിഷ് അറിയിക്കുന്നു.